അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോബിന്, നമ്മൾ ഇപ്പോൾ 3-4 വീഡിയോകൾ ഇങ്ങനെ വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരു സബ്ജക്റ്റ്, അതൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ജോബിനറിയാലോ, ജോബിൻ ത്രൂ ആണ് ഞാൻ എൻ്റെ റീഫൈനാൻസ് ചെയ്തത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ റീഫൈനാൻസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അത് ഇന്നലെ ആയിരുന്നു. ഞാൻ ഇന്നലെ ബാങ്കിൽ പോയി അതെല്ലാം സെറ്റിൽ ചെയ്ത് ജോബിനാണ് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നത്. അപ്പം ജോബിൻ എന്നോട് സജസ്റ്റ് ചെയ്ത്, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കും ജോബിൻ, എൻ്റെ ഇനിയുള്ള മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വർഷമായിരുന്നു. അപ്പോൾ ജോബിൻ എന്നോട് പറഞ്ഞു, ചേട്ടാ അതാ 2 വർഷം അങ്ങ് കുറയ്ക്ക്, 20ലേക്ക് അങ്ങ് ക്യാപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അടവ് വരുന്നതിനകത്ത് ഒരു ചെറിയ ഒരു വേരിയേഷൻ, ഒരു അല്പം കൂടി ഒരു $100 അങ്ങനെ എങ്ങാണ്ട് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ 2 വർഷം എനിക്ക് അത് പറഞ്ഞു തന്നു. ജോബിന് അത് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ, ഈ റീഫൈനാൻസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? റീഫൈനാൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ ആണ്. നമുക്ക് റീഫൈനാൻസ് ചെയ്യുന്നത് വഴിയായിട്ട് പലപ്പോഴും നമുക്ക് ഒത്തിരി ലാഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്നത്, ഒരു മിനിമം ഒരു 3 to 4 ഇയേഴ്സിൽ നമ്മുടെ മോർഗേജ് ഒന്ന് അസസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് മാർക്കറ്റിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞതാണോ കിട്ടുന്നത്, നമുക്ക് അതിനോടുള്ള പാക്കേജുകളെല്ലാം ബെനിഫിഷ്യലായിട്ട് തന്നെയാണോ യൂസ് ചെയ്യപ്പെടുന്നത്, അതായത് ഓഫ്സെറ്റ് അക്കൗണ്ട്, റീഡ്രോ, ഇങ്ങനെയുള്ളതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുന്നത് എപ്പോഴും ബെനിഫിഷ്യലാണ്. കൂടാതെ ചില സമയത്ത് മാർക്കറ്റിൽ ഓഫർ വരാം, ക്യാഷ് ബാക്ക് ഓഫറുകൾ ബാങ്കുകൾ തരാറുണ്ട്. $2000 എനിക്കിപ്പോൾ $2000 ക്യാഷ് ബാക്ക് ഓഫർ കിട്ടി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നോക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ റീഫൈനാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്യാഷ് ബാക്ക് ഓഫറോ ഇൻട്രസ്റ്റ് റേറ്റോ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് കിട്ടുന്ന പുതിയ പ്രോഡക്റ്റ് ഇതുപോലെ തന്നെ ഓഫ്സെറ്റ് അക്കൗണ്ടും റീഡ്രോ ഫെസിലിറ്റിയൊക്കെ ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യണം. കൂടാതെ നമ്മൾ ആ എമൗണ്ട് നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേറ്റർ ഇട്ട് നോക്കണം. നമ്മൾ ഈ മാറുന്നത് വഴിയായിട്ട് എന്താണ് ഇൻട്രസ്റ്റിൽ എനിക്കുണ്ടാകുന്ന ബെനിഫിറ്റ്, ടോട്ടൽ ലോൺ ടൈമിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്, അതുകൊണ്ട് നോക്കിയിട്ടാണ് സാധാരണ ഞാൻ ക്ലയൻസിന് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതും റീഫൈനാൻസ് ചെയ്യാനായിട്ട് അവരോട് പറയുന്നതും. അല്ലാതെ പലരും വിളിക്കാറുണ്ട്, ഞാൻ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കേൾക്കും, പറയും എടാ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കിട്ടുന്ന ഇപ്പോൾ ബെറ്റർ ഓഫറാണ്, കണ്ടിന്യൂ വിത്ത് ദ സെയിം എന്നാണ് ഞാൻ പറയാറ്. നമ്മൾ ചുമ്മാ നമുക്കൊരു കമ്മീഷൻ കിട്ടാനായിട്ട് നമ്മൾ ആരെയും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടൊരു $2000 ഈ ക്യാഷ് ബാക്ക് കിട്ടുന്നതുകൊണ്ട് മാത്രം കസ്റ്റമറിന് അതൊരു ബെനിഫിറ്റ് ഉണ്ടാകാറുമില്ല. അപ്പം അത് അപ്പോൾ ആ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റീഫൈനാൻസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ ഒരു ഏജും ഒരു വർക്ക് ലൈഫ് എത്രത്തോളം ഇനി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 40 കഴിഞ്ഞാൽ ഒരു 50-ലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാർ റീഫൈനാൻസ് ചെയ്യുമ്പം അവരുടെ മോർഗേജസ് ഇനി ഒരു 25 വർഷമൊക്കെ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ ഒരു അഫോർഡബിലിറ്റിയും അവരുടെ ഒരു എത്രത്തോളം ഡിസ്പോസിബിൾ ഇൻകം അവർക്ക് ഒരു മാസം ഉണ്ടാകുന്നുണ്ട് എന്നതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് അവരുടെ വർഷം നമ്മൾ കുറച്ചുകൊണ്ട് ചെയ്യിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും അത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതായത് 25 വർഷവും 28 വർഷവും ഒക്കെ അടയ്ക്കുന്ന ലോണ് പിന്നീട് അവർ അവരുടെ വർക്ക് ലൈഫിൻ്റെ ബാലൻസ് നോക്കിക്കൊണ്ട് എത്രത്തോളമാണ് ഇനി ഉള്ളത് നോക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റികളിൽ നോക്കുവാണെങ്കിൽ ഒരു 50 വയസ്സൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാർ ഇനി ഒരു 15 വർഷമൊക്കെ ആയിരിക്കും മാക്സിമം അവരുടെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ റിട്ടയർമെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ എന്നാണോ ഈ റിട്ടയർമെൻറ്റ് എത്തുന്നത് അതിനു മുമ്പ് നമ്മുടെ ഓണർ ഒക്യുപ്പൈഡ് അടച്ച് തീർത്തില്ലെങ്കിൽ നമുക്ക് പെൻഷൻ കൊണ്ടും നമ്മുടെ ഉള്ള ഒരു ചെറിയ സേവിങ് കൊണ്ടും സർവൈവ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അത് ഇപ്പോഴേ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുകയുള്ളൂ. പലരും, എനിക്ക് തോന്നുന്നില്ല പലരും ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കാറില്ല. പിന്നെ കൂടാതെ അടുത്ത ഒരു കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ പ്രായം മുന്നോട്ട് പോകും തോറും നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആരും കൺസിഡർ ചെയ്യാറില്ല. നമ്മളെല്ലാം വിചാരിക്കുന്ന 50 വയസ്സിൽ നമ്മൾ ഫുൾ ടൈമോ അല്ലെങ്കിൽ
1.5 ഒക്കെ ജോലി ചെയ്യുന്നു, ഇതുപോലെ തന്നെ 60-ലും ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ യൂഷ്വലി അത് നടക്കുകയില്ല. നമ്മുടെ ഹെൽത്ത് പതുക്കെ ഡിറ്റോറിയേറ്റ് ആവും. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മോർഗേജും പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ രാജ്യത്ത് നല്ലൊരു ജീവിതം റിലാക്സ് ചെയ്ത് റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റീഫിനാൻസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ലോണ് നിങ്ങൾ ലാസ്റ്റ് ഒരു 5 വർഷമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ സാധാരണ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അസസ്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. നിങ്ങൾക്ക് പല നല്ല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ഉണ്ടാകാം. അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക. നിങ്ങളുടെ റിട്ടയർമെന്റ് അനുസരിച്ച് ഇതൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കാൻ പാടില്ല നിങ്ങളുടെ ലോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജോബിനെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ ലോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും ആൾക്കാരുടെ ഒരു പ്രശ്നം, റീഫിനാൻസ് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെബിറ്റുകളെല്ലാം ഒരു അക്കൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഇപ്പം സേ ANZ ആണെങ്കിൽ ANZ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഇപ്പം നല്ലൊരു പ്രോഡക്റ്റ് വെസ്റ്റ്പാക്കിലാണ് ഉള്ളതെങ്കിൽ മാറാനായിട്ട് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ചേഞ്ച് ചെയ്യണമല്ലോ. പക്ഷേ നമ്മൾ അത് 1-2 ദിവസം നമ്മുടെ വർക്കേ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രഗിൾ എടുക്കുന്നതുകൊണ്ട് നഷ്ടമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. പക്ഷേ നമ്മൾ ഒരു ചെക്ക് ചെയ്തു എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട്. ആ ചെക്ക് ചെയ്യുന്നതുമായിട്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ആ സ്റ്റെപ്പുകൾ എടുക്കുക, അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ജോബിന, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ഓഫ്സെറ്റ് അക്കൗണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. വേറെ ഒരു രാജ്യത്തും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓഫ്സെറ്റ് അക്കൗണ്ട് എന്ന് പറയും. അതായത് നമുക്ക് എക്സ്ട്രാ വരുന്ന നമ്മുടെ പൈസ നമ്മളൊരു ഓഫ്സെറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഒരു എമൗണ്ടിന് നമുക്ക് അത് ലോണുമായിട്ട് അത് കണക്റ്റഡാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഓഫ്സെറ്റ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും ഓഫ്സെറ്റ് അക്കൗണ്ട് ഇല്ല. നമ്മൾ ഓഫ്സെറ്റ് അക്കൗണ്ട് മിക്കവാറും ബാങ്കുകൾ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. ഓഫ്സെറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോണിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടാണ്. ഓക്കെ, അതായത് നോർമൽ നമ്മുടെ ഒരു സേവിങ് അക്കൗണ്ട് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടാണ്. പുതിയ ആൾക്കാർക്ക് ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. ഇതെങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഓഫ്സെറ്റ് അക്കൗണ്ട് നമ്മുടെ ലോൺ അക്കൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആ ഓഫ്സെറ്റ് അക്കൗണ്ടിലേക്ക് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സാലറി അതിനകത്തോട്ട് ക്രെഡിറ്റ് ചെയ്യുക. സേ ഒരു മാസം ഒരു $10,000 അതിനകത്ത് ക്രെഡിറ്റ് ആവുന്നുണ്ടെന്ന് നോക്കുക. നമ്മുടെ എക്സ്പെൻസുകളെല്ലാം പറ്റുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് എൻഡ് ഓഫ് ദ മന്ത് ആകുമ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് ആകുമ്പം ഒരു ഓട്ടോമാറ്റിക് ഡയറക്റ്റ് ഡെബിറ്റ് ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ അത്രയും നാളും നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ 45 days നമുക്ക് ക്രെഡിറ്റ് നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്നതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 10,000 നമ്മുടെ അക്കൗണ്ടിൽ വന്നത് ഈ 40 അല്ലെങ്കിൽ 45 days അവിടെ കിടക്കുവാണ്. അപ്പോൾ ആ 10,000 നമുക്ക് ആകുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് ആകുന്നില്ല. 10,000 നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ്. അതായത് നമ്മുടെ ഹോം ലോണിൽ നിന്ന് മുതലേ നിന്ന് 10,000 കുറഞ്ഞതുപോലെയാണ് ബാങ്ക് കണക്കാക്കുന്നത്. അപ്പൊ ഈ 10,000 ഇതിനകത്ത് ഈ ഓഫ്സെറ്റ് കിടക്കുന്ന 10,000 ബാങ്ക് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. അപ്പൊ അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. അതെ, നമ്മുടെ മന്ത്ലി പേയ്മെന്റ് അങ്ങനെ തന്നെ പോകും. ഇപ്പൊ 3,000 അടയ്ക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. പക്ഷേ ഈ 10,000 ഇൻട്രസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പളിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. 5 ലക്ഷമാണ് നമ്മുടെ പ്രിൻസിപ്പൽ എങ്കിൽ അതിനകത്തുനിന്ന് ഈ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന 10,000 ഡെയിലി വെച്ചുള്ള ഇൻട്രസ്റ്റ് അത് എത്രയാണോ നമ്മൾ ആ അടയ്ക്കുന്ന എമൗണ്ടിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ കൂടുതൽ പൈസ കിടക്കും തോറും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ പ്രിൻസിപ്പലിൽ കാണാൻ പറ്റും. അതിപ്പം ഒരു ദിവസം കിടന്നാലും 5 ദിവസം കിടന്നാലും ഒരാഴ്ച കിടന്നാലും ഒക്കെ ബെനിഫിറ്റ്. അതെ, എത്ര ദിവസം കിടന്നാലും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു തുടക്കക്കാർക്ക് ഓഫ്സെറ്റ് അക്കൗണ്ട് നമ്മുടെ ഒരു സാലറി അക്കൗണ്ടായിട്ട് മാറ്റുക. അല്ലെങ്കിൽ സാലറി വേറെ അക്കൗണ്ടിലാണെങ്കിൽ അപ്പം തന്നെ ഈ അക്കൗണ്ടിലോട്ട് ഇടുക. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസുകൾ ചെയ്യാൻ പറ്റിയാൽ അത്രയും ദിവസം നമുക്ക് ക്രെഡിറ്റ് കിട്ടി. നമ്മൾ അതിനകത്ത് മറക്കരുതാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18%, 20% ഒക്കെയാണ്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ലോങ് ടൈമിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ ഉള്ള അക്കൗണ്ടുകളായിരിക്കും നിങ്ങളുടെ ഹോം ലോണിന് പ്രിഫർ ചെയ്യേണ്ടതും എടുക്കേണ്ടതും. അതെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ.
അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഞങ്ങൾ കാണുന്നതോടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.